വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കോടതിയെ സമീപിക്കാൻ സമസ്ത എ.പി. വിഭാഗം. കോഴിക്കോട് ചേർന്ന എ.പി. വിഭാഗം സമസ്തയുടെ അടിയന്തര മുശാവറ യോഗത്തിലാണ് തീരുമാനം. പ്രതിസന്ധി ഘട്ടത്തിൽ നീതിപീഠത്തിലാണ് പ്രതീക്ഷയെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചിലരതിനുള്ള നടപടികൾ തുടങ്ങാനിരിക്കുന്നു. അതിനിടയിൽ എ.പി. വിഭാഗം കൂടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. വിശദാംശങ്ങൾ എന്താണ് സമീർ? രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടയിലും വഖഫ് നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുകയാണ്. അതിൽ വലിയ ആശങ്കയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളത്. ആ വിഷയത്തിലാണ് സംസ്ഥ എ.പി. വിഭാഗവും ഇ.കെ. വിഭാഗവും അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ വിഭാഗം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുശാവറ യോഗമാണ് ഇന്ന് കോഴിക്കോട് ചേർന്നത്. എ.പി. സംസ്ഥയുടെ ആ മുശാവറ യോഗത്തിലാണ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അതിന് പൊതുവായ കൂട്ടായ്മകൾ രൂപീകരിക്കണം. ജനാധിപത്യ മതേതര കക്ഷികളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകണം എന്ന ആവശ്യം കൂടി എ.പി. സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്നു. ഈ വിഷയത്തിൽ മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനം ഉണ്ടാകുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങൾ നിയമപരമായിട്ട് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്നും അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇ.കെ. സംസ്ഥയും ഇത്തരത്തിൽ തന്നെ നിയമപോരാട്ടം ശക്തമാക്കാനാണ് അവരുടെയും തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും ഒരു സംയുക്ത പ്രസ്താവനയാണ് പുറത്തിറക്കിയത്. അതിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിഗൂഢ ശ്രമങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അത് മത വിശ്വാസികളെ, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം. അങ്ങനെ പിന്മാറുന്നില്ല എങ്കിൽ ശക്തമായ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എ.പി. വിഭാഗം.